നമസ്കാരം, എന്തിൻ്റെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. പിന്നെ നാട്ടിലൊക്കെ പോകാനുള്ള പർച്ചേസൊക്കെ തുടങ്ങിയോ? ഞാൻ ചെറുതായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഇനി പോകാൻ. അപ്പോൾ കുറച്ച് നമ്മൾ ആദ്യമേ തന്നെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ ഒരുപാട് ഹറിബറി ആയി പോകും. ഞാനൊക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങി. ഇനി നാട്ടിൽ പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടുത്തെ ഇൻ്റർനെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഒരു ഐഡിയ ഇല്ല. അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഞാൻ ഇടുന്ന വീഡിയോസ് കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കൈപ്പയ്ക്ക പാൽക്കറിയാണ്. കൈപ്പയ്ക്കയും പാവയ്ക്ക ഒന്ന് തന്നെയാണ്. നാളിരുപ്പാലിൽ എങ്ങനെ കറി വെക്കാൻ നോക്കിയിട്ട് വരാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ കറി ഉണ്ടാക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൈപ്പയ്ക്ക നാളിരുപ്പാലിൽ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു കൈപ്പയ്ക്ക എടുക്കുക. അപ്പോൾ എനിക്കിവിടെ പച്ചയും ഇച്ചിരി വെള്ളയും കലർന്ന കൈപ്പയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അതേസമയം ഏറ്റവും കയ്പ്പ് കുറവുള്ളത് ഈ കുറച്ച് വെളുത്തിരിക്കുന്ന കൈപ്പയ്ക്കാണ്. ഇവിടെ അത് കിട്ടാനില്ല. നാട്ടിലൊക്കെ അങ്ങനത്തെ വെളുത്ത കൈപ്പയ്ക്ക കിട്ടും. ഇവിടെ കിട്ടുന്ന കൂടുതലും ഇതേപോലെ പച്ച കളറുള്ള കൈപ്പയ്ക്കാണ്. നിങ്ങളുടെ അടുത്ത് ഏത് കൈപ്പയ്ക്കാണോ അതെടുക്കുക. അതിനുശേഷം മുറിക്കണം. അപ്പോൾ കൈപ്പയ്ക്ക ഇതുപോലെ മുറിക്കുക. അതിന് വീണ്ടും നമുക്ക് ഇതിനെ രണ്ടായിട്ട് മുറിക്കാം. മുറിച്ചതിന് ശേഷം ഒരു സ്പൂണോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ വൈറ്റ് പോർഷനും കുരുവൊക്കെ നന്നായി റിമൂവ് ചെയ്യണം. ഈ വെള്ള കളർ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം കയ്പ്പ് കൂടും. അപ്പോൾ മാക്സിമം നമുക്ക് എത്ര റിമൂവ് ചെയ്യാൻ പറ്റുമോ ഇതിൻ്റെ ഉള്ളിലത്തെ വൈറ്റ് പാർട്ടൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സ്പൂൺ എടുക്കുക. സ്പൂൺ എടുത്തിട്ട് ഈ പോർഷൻസ് കംപ്ലീറ്റ് നമുക്കിങ്ങനെ ചിരണ്ടി മാറ്റാം. കത്തിനേക്കാൾ എളുപ്പം ഇതുപോലെ ചെറിയൊരു സ്പൂൺ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് ഉള്ളിലത്തെ ഭാഗം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. മാക്സിമം ഈ വൈറ്റ് പോർഷൻ ചിരണ്ടി കളയാം. ഇതിൻ്റെ വെള്ളയാണ് കൂടുതൽ നമുക്ക് കറികളിലോട്ട് കയ്പ്പ് തരുന്ന സംഭവം. അപ്പോൾ അതുപോലെ എല്ലാ പോർഷനും ഇതുപോലെ ഞാൻ ചുരണ്ടി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതെ എൻ്റെ ഉള്ളിലത്തെ കംപ്ലീറ്റ് കുരുവും ആ വൈറ്റ് ഭാഗമൊക്കെ ഞാൻ മാക്സിമം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഇച്ചിരി ഒരുപാട് അങ്ങ് തിക്കാവാൻ പാടില്ല, അതേസമയം ഒരുപാട് തിന്നാവാനും പാടില്ല. ഈ ഒരു വലിപ്പത്തിലൊക്കെ അരിഞ്ഞാൽ മതിയാവും. പിന്നെ വലിപ്പമൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം, ചെറുതോ വലുതോ ആക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തത്തിൽ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ അരിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനുണ്ടല്ലോ അത് വലിയ ഒരു കയ്പ്പിക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. കാരണം ഒരു കയ്പ്പിക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരുപാടും കൂടുതലായി പോകും. ഇവിടെയാണെങ്കിൽ ഈ കറി വെച്ച് കഴിഞ്ഞാൽ ഞാനും മാത്രം കഴിക്കത്തുള്ളൂ. അപ്പോൾ വെറുതെ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് ഞാൻ ഹാഫ് കയ്പ്പിക്ക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ സാധാരണ നോർമൽ ഒരു കയ്പ്പിക്ക കേട്ടോ. ഈ കയ്പ്പിക്കയുടെ കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്പ്പയ്ക്ക എങ്ങനെ കയ്പ്പ് കുറച്ചിട്ടുണ്ടാക്കാൻ പറ്റും, കയ്പ്പയ്ക്കയുടെ കയ്പ്പ് എങ്ങനെ കുറയ്ക്കാം എന്ന് കുറേ കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്. കയ്പ്പയ്ക്കയുടെ കയ്പ്പ് നമുക്ക് കുറയ്ക്കുന്നതിന് ഒരു പരിധി ഉണ്ട് അല്ലേ? അപ്പോൾ മാക്സിമം നമുക്ക് കുറയ്ക്കാം. പക്ഷേ ഞാനത് അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഇതുപോലെ തന്നെ വെറുതെ ഒന്നും ചെയ്യാണ്ട് തന്നെ മെഴുക്ക് പുരട്ടിയോ അല്ലെങ്കിൽ കറി ഉണ്ടാക്കാറോ ചെയ്യാറ്. പക്ഷേ ഈ ചോദിച്ച ആൾക്കാർക്ക് കുറച്ചെങ്കിലും കയ്പ്പയ്ക്കയുടെ കയ്പ്പ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ചെറിയ ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. അതേസമയം ഇതിൻ്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടണ്ട, ആസ് ഇറ്റ് ഈസ് ഇതുപോലെ തന്നെ കഴിക്കണം എന്നുള്ളവർ ഞാൻ പറയാൻ പോകുന്ന ടിപ്പ് ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക. ബാക്കിയുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്താൽ മതി. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിവെള്ളം ഒരു ലെമൺ സൈസ് പുളി എടുക്കുക. അത് ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളമാണിത്. ഓക്കെ, ഇതിലോട്ട് നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ പുളിവെള്ളത്തിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കയ്പ്പക്കായയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതൊരു 15 മിനിറ്റ് ഇതിൽ കിടന്നോട്ടെ. 15 മിനിറ്റ് കിടന്നതിന് ശേഷം നന്നായി അങ്ങ് കഴുകി എടുക്കണം. അപ്പോൾ കഴുകി കളയണമെന്നില്ല, ഈ പുളിവെള്ളത്തിൽ നിന്ന് ജസ്റ്റ് എടുത്താൽ മതി. അപ്പം നോക്കണം, ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിൽ പുളിയും ഉപ്പ് ഒരുപാടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കഴുകണം. എല്ലാം എന്നുണ്ടെങ്കിൽ കഴുകാണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് എടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ പുളിവെള്ളം അല്ലെങ്കിൽ തൈരിൽ സോക്ക് ചെയ്ത് വെക്കാറുണ്ട്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ തൈരിൽ സോക്ക് ചെയ്ത് വെച്ചാലും മതി. തൈരിൽ സോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ എന്തായാലും കഴുകണം. കാരണം ആ തൈരോട് കൂടി നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ കറി ശരിയാവില്ല. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ കയ്പ്പ് നഷ്ടപ്പെടേണ്ട എന്നുണ്ടെങ്കിൽ ഈ പ്രൊസീജിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇനി ഞാൻ പറയാൻ പോകുന്ന സ്റ്റെപ്പ് തൊട്ട് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 15 മിനിറ്റോളം പുളിവെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഒരു കയ്പ്പൊക്കെ എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിന് കഴുകേണ്ട ആവശ്യമില്ല, കാരണം ചെറിയ പുളിയേ ഉള്ളൂ. പക്ഷേ അതേസമയം അങ്ങനെ ഉപ്പൊന്നും അധികമൊന്നുമില്ല. അപ്പോൾ ഞാൻ വേറെ വെള്ളത്തിൽ കഴുകുന്നില്ല. ഇതിൽ നിന്ന് തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെയിനറിൽ ഇട്ട് കൊടുക്കണം, വെള്ളം ഒന്ന് വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളം കളയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ വെള്ളത്തിൽ കഴുകി കഴിഞ്ഞ് ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും ആ വെള്ളത്തിൽ കൂടെ നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഉപ്പ് വെള്ളത്തിലിട്ട് കാരണം കുറച്ചൊക്കെ എന്തായാലും ഇതിൻ്റെ ഗുണമൊക്കെ നഷ്ടപ്പെട്ട് കാണും. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് ഇരുന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറന്ന് പൊക്കോട്ടെ. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് കുറച്ച് നാളികേരക്കൊത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെക്കുക, അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക.
ഈ നാടൻ കറിയാണ്. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്, സൺഫ്ലവർ ഓയിലല്ല നമ്മൾ ചെയ്യേണ്ടത്, എന്നാലേ ആ കറക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ. ചെറുതായി ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ ഇടാൻ പാടുള്ളൂ. അതിലേക്ക് കുറച്ച് നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കുക. നാളികേരക്കൊത്ത് നിർബന്ധമില്ല, പക്ഷേ നാളികേരക്കൊത്ത് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അത് കുറച്ച് കൂടുതലാണ് കുറവാണ്, എന്താ നിങ്ങൾക്ക് താല്പര്യം അതിന് ഇട്ട് കൊടുക്കുക. വീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാം, വളരെ കുഞ്ഞാക്കി ഇടാൻ പാടില്ല. ഇച്ചിരി വീതിയിൽ നാളികേരക്കൊത്ത്, നമ്മൾ കൈപ്പയ്ക്ക് അരിഞ്ഞ ഏത് സൈസാണ് ആ സൈസിലുള്ള നാളികേരക്കൊത്ത് വേണം ഇട്ട് കൊടുക്കാൻ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. നല്ല മണം വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതോ വീഡിയോയിൽ ഞാൻ നാളികേരക്കൊത്ത് എങ്ങനെ എടുക്കുന്നതെന്ന്. ഞാനൊരു നാളികേരം മൊത്തത്തിൽ ഉടച്ച് വാങ്ങിക്കും നമ്മൾ ഗ്രോസറിയിൽ നിന്ന്, എന്നിട്ട് ഫ്രീസറിൽ എടുത്ത് വയ്ക്കും. അപ്പോൾ ആവശ്യത്തിന് മാത്രം പിന്നെ പുറത്തെടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് കൊത്തിയെടുത്താൽ മതിയല്ലോ. അങ്ങനെയാണ് ഞാൻ എൻ്റെ നാളികേരക്കൊത്തിൻ്റെ ഉപയോഗം നടത്തുക. ഫ്രീസറിൽ തിരിച്ചെടുത്ത് വയ്ക്കും. അപ്പോൾ കുറച്ച് നാളേക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമുക്കിത് വറക്കണം കേട്ടോ. അപ്പോൾ കൈപ്പയ്ക്കയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരുപാട് ഗുണങ്ങളുള്ളൊരു വെജിറ്റബിളാണ് അല്ലേ കൈപ്പയ്ക്ക. പക്ഷേ ഒരുപാട് പേർക്ക് അതിനോട് ഇഷ്ടമില്ല. അതിൻ്റെ ഗുണങ്ങൾ അറിയാമെങ്കിലും അതിൻ്റെ ടേസ്റ്റ് കാരണം അതിനോടൊരു ഇഷ്ടമില്ലാത്തൊരു സംഭവം. എൻ്റെ വീട്ടിൽ എൻ്റെ പിള്ളേർ കഴിക്കില്ല, എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും കഴിക്കില്ല. പിന്നെ എന്താ ചെയ്യുക, ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. ഒരു പിള്ളേരെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ ചെറുപ്പത്തിലൊന്നും കഴിക്കാത്തൊരു വെജിറ്റബിൾ ആയിരുന്നു. പക്ഷെ വലുതായപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ കഴിക്കുന്നു എന്ന് മാത്രം. അമ്മയൊക്കെ എൻ്റെ പുറകെ നടന്നിട്ട് മോളെ കുറച്ച് കഴിക്കുന്നു പറഞ്ഞു. അന്നും വിലയില്ല സത്യം പറഞ്ഞു. ഇപ്പൊക്കെ എനിക്ക് സങ്കടം വരും. എന്തൊക്കെ സംഭവങ്ങളാണ് അമ്മമാർ പറഞ്ഞു അത് കഴിക്കുക, അതിൻ്റെ ഗുണങ്ങളൊക്കെ പറയുമ്പോൾ ദേഷ്യമായിരുന്നു. അമ്മയുടെ അടുത്തൊക്കെ തന്നെ ചുമ്മാ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ചാടി കടിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മൾ മക്കള് അമ്മമാരുടെ അടുത്തല്ലേ അല്ല അങ്ങനെ ഫ്രീ ആയിട്ട് പറയുള്ളൂ. അതേസമയം ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ ആലോചിക്കും വലിയ സങ്കടമാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ അമ്മയൊക്കെ പ്രായമായി. എൻ്റെ അമ്മ റിട്ടയറായി വല്ലാത്തൊരു കണ്ടീഷനിലായിരുന്നു അമ്മ. അതായത് ടീച്ചർമാരുടെ അറിയാലോ, ടീച്ചർമാരായിരിക്കുമ്പോൾ അവർ കുട്ടികളായിട്ട് ഡെയിലി ഇൻറ്ററാക്ട് ചെയ്ത് പെട്ടെന്ന് റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് വന്നപ്പം ആകെ അമ്മ ഡൗൺ ആയി. പിന്നെ അതിന് ശേഷം കാര്യമായിട്ടൊന്നും എന്താ പറയുക എപ്പോഴും കിടപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കിടക്കയിൽ തന്നെയാണെന്ന് പറയാം അല്ലെ. ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നല്ലാതെ കാര്യമായിട്ട് ആക്റ്റീവ് ഒന്നുമല്ല. അപ്പം അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം ഇനി എനിക്ക് കിട്ടില്ല. അമ്മ കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. അപ്പം അതൊക്കെ സങ്കടം ആലോചിക്കുമ്പോൾ അപ്പം എല്ലാവരും അമ്മമാർ ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ അവർ തരുന്ന ഭക്ഷണം സന്തോഷത്തോടു കൂടി വാങ്ങിച്ച് കഴിക്കുക. എനിക്കിപ്പോൾ ഞാൻ അതൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ. ഇത് ഈ സമയത്ത് വറുത്തില്ലെങ്കിൽ നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് വറുത്താലും മതിയിട്ടാ. പക്ഷെ ഞാനിപ്പോൾ ഈ എണ്ണയുടെ നല്ല ഈ നാളികേര മണമുള്ള എണ്ണയിലോട്ട് നമുക്ക് ഈ കൈപ്പയ്ക്ക വറക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ നാളികേരം വറക്കുന്നത് കേട്ടോ. ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുള്ളത് മതി. നമുക്കിനി ഇത് എടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൈപ്പയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. ഒരുപാടങ്ങ് ഫ്രൈ ആക്കല്ല, എന്നാലും കുറച്ചൊക്കെ ഒന്ന് വറക്കണം. ഇത് ഫ്രൈ ചെയ്യാൻ ഇച്ചിരി സമയം പിടിക്കും, ഒരു 10 മിനിറ്റോളം പിടിക്കും. ഒന്ന് ഞാൻ വിചാരിച്ച രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് വരാം. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. വഴണ്ട് കിട്ടാൻ വേണമെങ്കിൽ അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഒരുപാട് ഇടരുത് കേട്ടോ. ഉപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി, ഒന്ന് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കും. കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇപ്പം ഇത് മതി, ഇത്ര ആയാൽ മതി. ഇനി നമുക്ക് വീണ്ടും അതിൽ ഇച്ചിരി വേവിക്കേണ്ടതാണ്. ഈ രീതിയിൽ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡ് വരുന്ന സമയത്ത് നമുക്കിത് മാറ്റാം കേട്ടോ. അപ്പം നമുക്കിനി ബാക്കി പരിപാടികൾ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് സെയിം കടായിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവും. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. ഒരുപാട് കടുകൊന്നും വേണ്ട. അതുപോലെ തന്നെ 1 നുള്ളു ഉലുവ ഇട്ട് കൊടുക്കുക. 1 നുള്ളു മാത്രം മതിയാവേ. 2 വറ്റൽമുളക്. ഇതൊന്ന് പൊട്ടട്ടെ. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം വേണം അതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ. ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കതിലോട്ട് ഇങ്ങനെ 3 പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ സവാള വളരെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഞാനൊരു 4-5 ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടീസ്പൂണോളം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി. ഇത് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. ഈ സവാളയൊക്കെ നന്നായിട്ട് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവണം. ഒരുപാട് അങ്ങ് ബ്രൗൺ ഷെയ്ഡൊന്നും ആവാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മാത്രം മതി. ചെറിയുള്ളി ഇടുമ്പോൾ പ്രത്യേക ടേസ്റ്റ്. ചെറിയുള്ളി മാത്രം ഇടണമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ചെറിയുള്ളി മുഴുവൻ എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇന്ന് ഒരു സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് സൗകര്യം പോലെ ചെയ്തോളൂ. ചെറിയുള്ളി നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചെറിയുള്ളി എപ്പോഴും ഒരു നമ്മുടെ നാടൻ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറട്ടെ. ഇതിൽ വെളുത്തുള്ളി ഞാൻ ഇടാറില്ല. വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. അതുപോലെ തന്നെ ചിലവർ കടുക് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ കൂടെ നല്ല ജീരകം പൊട്ടിക്കാറുണ്ട്. ക്യുമിൻ സീഡ്സിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. പക്ഷേ ഞാൻ ഇത്ര സംഭവങ്ങൾ ഇതിൽ ചേർക്കാറുള്ളൂ കേട്ടോ. ഉലുവ ചിലവർ ഇടാറില്ല. എനിക്ക് ഉലുവയുടെ ഒരു സ്മെല്ല് ഇഷ്ടമായി തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഒരു നുള്ളു ഉലുവ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലാണെങ്കിൽ അവിടുത്തെ വൈറ്റ്
കളറിലുള്ള കയ്പ്പയ്ക്ക വാങ്ങിക്കണമെങ്കിൽ കുറച്ചും കൂടെ കയ്പ്പ് കുറയും. പക്ഷെ അച്ഛനൊക്കെ പറയും കയ്പ്പുള്ളതാണ് ഏറ്റവും ഗുണമുള്ള കയ്പ്പയ്ക്കാന്ന്. പിന്നെ ഞങ്ങൾ കയ്പ്പയ്ക്കാന്നാ പറയാ, പക്ഷെ പലരും പാവയ്ക്കാന്നാ പറയാ. അപ്പൊ പാവയ്ക്കാണെങ്കിലും കയ്പ്പയ്ക്കാണെങ്കിലും ഇതാണ് സംഭവം. അപ്പൊ ഏകദേശം ഇതിന്റെ പച്ചമുളകൊക്കെ മാറി നല്ല ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് തീ കുറച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് പിന്നെ ഒരുപാട് മുളക് പൊടി ഇടണ്ട. നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്ര പൊടികളേ ഉള്ളൂ. ഇത് നന്നായിട്ട് ഇതിന്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. പച്ചമണത്തോടു കൂടി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി മാറും. അതുകൊണ്ട് പൊടികളിലെ പച്ചമണം മാറാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് നല്ല ടേസ്റ്റുള്ള നമുക്ക് കറികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പച്ചമണം മാറട്ടെ. ചെറിയ തീയിലിട്ടിട്ട് വേണം എപ്പോഴും ഇത് വഴറ്റിയെടുക്കാൻ. മണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് 1 തക്കാളി ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണ്, അപ്പോൾ ഒരെണ്ണമാണ് ഞാൻ ഇടുന്നത്, ചെറിയ തക്കാളി. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അത് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വേവട്ടെ. ഇപ്പം നന്നായിട്ട് ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരക്കൊത്തും കയ്പ്പ് കായം, അതായത് പാവയ്ക്കും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇത് ഈ പാൽക്കറി അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു കറിയൊക്കെ എടുക്കാം കേട്ടോ. അതായത് ഇത്ര പ്രൊസീജിയർ മതി. ഈ സംഭവത്തിലോട്ട് ഇതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ ഇതൊരു കറി തന്നെയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ബാക്കി കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി ലൂസായിട്ട് ഗ്രേവി ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി ഇതിലോട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ച് വേണം വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കാൻ. ഞാനിപ്പോൾ 1 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടങ്ങ് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം 5 മിനിറ്റ് വേവിക്കുക. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല ഇതുവരെ. ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് എപ്പോഴും സൂക്ഷിക്കുക. ഞാനെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൽ അല്പം പുളി പിഴിഞ്ഞൊഴിക്കും ഈ തക്കാളിയുടെ കൂട്ടത്തിൽ കൂടെ തന്നെ. ഒരു പുളി ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട്. നിങ്ങൾക്ക് പുളി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇനി പുളി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തക്കാളി മാത്രം മതിയാവും. വെണ്ടയ്ക്ക് ഇതേപോലെ തന്നെ ചെയ്യാം, നമുക്ക് ഫ്രൈ ചെയ്തിട്ട് സെയിം കറി തന്നെ വെണ്ടയ്ക്ക് വെച്ച് ചെയ്യാം. പക്ഷെ അതിൽ ഞാൻ പുളി ഒഴിക്കില്ല. അതേസമയം കയ്പ്പിക്കൽ ഞാൻ അല്പം പുളി ഒഴിക്കും. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ അത്ര മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം 5 മിനിറ്റ് കേട്ടോ. ഇത് 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് വെന്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള കയ്പ്പിക്കായിരുന്നു. ഇത് മതി വെന്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് 2 നാളികേരപ്പാലും ശർക്കരയും. ശർക്കര ഞാൻ വേണം, ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പലരും എന്നോട് ചോദിച്ചിരുന്നു വീണ ശർക്കര അങ്ങനെ തന്നെ ആഡ് ചെയ്യുന്ന അതിൽ മണ്ണും ഒക്കെ ഉണ്ടാവില്ലേന്ന്. അപ്പോൾ ആ ഒരു സംശയം ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. കാരണം ഞാൻ ഓൾറെഡി നല്ല ശർക്കരയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അങ്ങനെ ശർക്കര ചുമ്മാ വെറുതെ ഇട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ട് എന്നെങ്കിൽ ചൂടുവെള്ളത്തിൽ എത്ര ശർക്കര വേണോ അത്രയും ഒന്ന് കലക്കിയതിന് ശേഷം സ്ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും മണ്ണ് പെടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരയാണ്, ചെറിയ പീസ് ശർക്കര ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര നീരാണിത്. ഇത് ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, പ്യൂർലി ഓപ്ഷനിലാണ്, വേണമെന്നൊരു നിർബന്ധമില്ല. പിന്നെ അത് മധുരം അറിയില്ല നമുക്ക്, ശർക്കര ആയതുകൊണ്ട് പഞ്ചസാര വേണ്ട, ശർക്കര ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നാളികേരപ്പാൽ. കട്ടി നാളികേരപ്പാൽ 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിയുടെ ടെക്സ്ചറും കളറൊക്കെ കംപ്ലീറ്റ്ലി മാറി നാളികേരപ്പാൽ അങ്ങ് വന്നപ്പോൾ നല്ല അടിപൊളി കളറായിട്ടുണ്ട്. ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നാളികേരപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അറിയാലോ, കട്ടി നാളികേരപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല കറി. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഞാനിതിൻ്റെ ഈ സമയത്തുള്ള ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരല്പം ഉപ്പ് കുറവുണ്ട്, ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആണ്. എരിവും അതുപോലെ തന്നെ പുളിയും ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇരുന്ന് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വറ്റിക്കോളും. പിന്നെ ഈ കറിയൊക്കെ പിറ്റേ ദിവസത്തേക്ക് ആയിരിക്കും ഏറ്റവും ടേസ്റ്റ്. പിന്നെ രാത്രിയൊക്കെ ഉണ്ടാക്കി വെക്കണമെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഉച്ചയ്ക്ക് എടുക്കുമ്പോഴേക്കും അടിപൊളിയായിരിക്കും. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. എനിക്ക് തന്നെ വയ്യ, എന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഇതെൻ്റെ അമ്മയുടെ മാസ്റ്റർ പീസാണ് കേട്ടോ. അമ്മ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കറികളിൽ ഒന്നാണിത്. ഇത് അമ്മയ്ക്ക് വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അമ്മയുടെ കറി അടിപൊളിയുണ്ട്. അവസാനമായിട്ട് ഞാൻ കുറച്ചും കൂടെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഞരടിയിട്ട് കൊടുക്കുക. അത്ര മതി. അടച്ചു വയ്ക്കുക. ഇത് ഇപ്പോൾ രാവിലെയൊക്കെ നിങ്ങൾ നേരത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും നല്ല കറക്റ്റായിട്ട് എല്ലാം പിടിച്ച് നല്ല രസമായിട്ട് ഇരിപ്പുണ്ടാവും. അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ. നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റി വയ്ക്കാം. കുറച്ച് ചൂടാറിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കറി ഇച്ചിരി തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇച്ചിരി തിക്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു തിക്ക് ഇരുന്നോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് തിന്നായി കഴിഞ്ഞാലും കൊള്ളില്ല. പക്ഷേ ഈ ഒരു തിക്നെസ് നന്നായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇരുന്ന് പിടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് അതിന് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനിപ്പോൾ കയ്പയില്ല, കയ്പയ്ക്ക കറിയാന്ന് ആരും പറയില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്